അനീഷിന് ജോലി കിട്ടിയോ? കിട്ടിയമേ, നാളെ ജോയിൻ ചെയ്യും. കൺഗ്രാറ്റുലേഷൻസ് അനീഷ് ഏട്ടാ. താങ്ക് യു അഞ്ജു. അനീഷിന് ജോലി കിട്ടിയത് എന്തായാലും നന്നായി. ജോലി കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് എത്രയും പെട്ടെന്ന് അഞ്ജിതയെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? മൂത്തവരായ ദേവികയും ഗോപികയും കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുമ്പോ അവർക്ക് മുമ്പേ അഞ്ജിതയ്ക്ക് എങ്ങനെയാ കല്യാണം നടത്താനാവുക? അല്ല, നിന്റെ പെങ്ങളായ അഞ്ജിതയെ കല്യാണം കഴിപ്പിക്കേണ്ടത് ചേട്ടനായ നിന്റെ ഉത്തരവാദിത്വവും കടമയല്ലേ അനീഷേ? ഇവരും എന്റെ പെങ്ങന്മാര് തന്നെയല്ലേ അമ്മേ? ദേ, അമ്മ ഇങ്ങനെ അഞ്ജിതയുടെ കാര്യത്തിൽ ധൃതിയൊന്നും കൂട്ടണ്ട. എല്ലാം യഥാസമയം നടക്കേണ്ടതുപോലെ നടക്കും. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി ക്ഷമ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്റെ വാക്കിനാരും വില കൽപ്പിക്കാറില്ലല്ലോ. ഓ, നീ വാ അഞ്ജു, നിന്റെ കല്യാണം ഇവൻ എപ്പോഴോ നടത്തട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? വാ. ജോലി കിട്ടിയില്ല, അപ്പോഴേക്കും തള്ള തുടങ്ങി. അനീഷ് ഏട്ടാ. വേണ്ട വേണ്ട, അധികം കെട്ടിപ്പിടുത്തൊന്നും വേണ്ട. ഓടി. എടി, ഒരു ജോലി സമ്പാദിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചോളല്ലേ നീ? അത് പിന്നെ അന്നേരത്തെ ഒരു വിഷമത്തിന്. വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. അനീഷ് ഏട്ടാ. ജോലി കിട്ടി അനീഷ് ഏട്ടന്. സിധു, ഇത് കഴിച്ചേ. എനിക്ക് വേണ്ട. നിന്നോട് കഴിക്കാൻ പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല അച്ഛാ. കഴിക്കും മോനെ, മുത്തശ്ശിയല്ലേ പറയുന്നത്. മോനെ അമ്മ വാരി തരാട്ടോ. ആ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലമ്മേ. എനിക്ക് പുറത്തു പോകണം, എനിക്ക് പാർക്കിൽ പോകണം, എനിക്ക് കളിക്കണം. പാർക്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇത് കഴിച്ചേ. ഇല്ല, എന്നെ പാർക്കിൽ കൊണ്ടുപോകണം, ഞാൻ കഴിക്കില്ല. സിധു, മര്യാദക്ക് കഴിച്ചേ. അമ്മ തരാം, ഇത് കഴിച്ചേ. വേണ്ട, എനിക്ക് അയ്യോ വേണ്ട. സിധു, പോണെന്ന്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് കളിക്കാൻ പോണം. സിധു പറയുന്ന കേക്കാൻ. സിധു പറയുന്ന കേക്കാൻ. നശിപ്പിക്ക്, എല്ലാം തട്ടിമറിച്ച് നശിപ്പിക്ക്. എടാ, നീ എത്ര ബഹളം കൂട്ടിയാലും നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. സോമേശ്വരനെ വിളിക്കുന്നേ.